ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, പണ്ടേ കാലം മുതലേ ഉള്ള ഒരു വിഭാഗക്കാരാണ് ലൗകിക പുരുഷന്മാർ, വേൾഡ്ലി മെൻ എന്ന് പറയും. അത് പുതിയ നിയമത്തിന്റെ കാലത്തും പഴയ നിയമകാലത്തും ഈ കാലത്തും ഒക്കെ അതുണ്ട്. അങ്ങനെയുള്ള ഒരു വിഭാഗക്കാരൻ കയീന്റെ വംശത്തിലുള്ളവരാണ്. പണ്ടേ കയീൻ ഓർക്കുന്നുണ്ടല്ലോ, ആ വംശത്തിലുള്ളവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ അവരുടെ ജീവിതകാലം വരെയുള്ള അതേക്കുറിച്ച് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. അവര് വേറൊന്നും ചിന്തിക്കുന്നില്ല. അതിനപ്പുറമായ ഒരു ചിന്തയില്ല. നിത്യജീവനെ കുറിച്ച് ഒരു ചിന്തയില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് ചിന്തയില്ല. യേശു ക്രിസ്തു എന്തിനു വന്നു ചിന്തയില്ല. ദൈവിക ബോധം എല്ലാം അവർക്കുള്ള ദൈവിക ബോധവും ഭൗമികമായ കാര്യങ്ങളും അതിൻ്റെ ലക്ഷ്യവും മുന്നിൽ വെച്ചിട്ടുള്ളത് മാത്രമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:12-13 വാക്യപ്രകാരം രക്ഷയുടെ അനുഭവത്തിലേക്ക് വീണ്ടും ജനനം പ്രാപിച്ച ദൈവത്തിന്റെ മക്കളൊക്കെ ഈ ലൗകിക മനുഷ്യൻ എപ്പോഴും മാറി നിൽക്കുന്ന ഒരാളായിരിക്കും, ചേർന്ന് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് 17-ാം സങ്കീർത്തനം. അതിന്റെ 14 ഇങ്ങനെ തൃക്കൈ കൊണ്ട് കർത്താവേ, തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും എന്നെ വിടുവിക്കണമേ. അയ്യോ, അവരുടെ പിടിപ്പെട്ടുപോയാൽ എനിക്ക് പിന്നെ പ്രാർത്ഥനയില്ല, എനിക്ക് പിന്നെ സ്തോത്രമില്ല, എനിക്ക് പിന്നെ അവിടുത്തെ പാടി സ്തുതിക്കാൻ പറ്റത്തില്ല. ഞാൻ അതിൽ ആ ഒഴുക്കിൽപ്പെട്ടു പോകും. അങ്ങനെയാണ് ലൗകിക പുരുഷന്മാർ. മനസ്സിലായില്ലേ? പുതിയ നിയമത്തില് നമ്മളെ പഴയ മനുഷ്യനെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞില്ലേ, പഴയ മനുഷ്യൻ ആളുമായിട്ട് ഒരു അകന്ന ബന്ധുവാണ് എന്നുള്ളതേ ഉള്ളൂ. അല്ല, ആത്മീകന്റെ കൂടെ ഇവനൊക്കത്തില്ല. ഇവന് നാച്ചുറൽ മാൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പ്രാകൃത മനുഷ്യനെന്ന് പൗലോസ് കൊരിന്ത്യ ലേഖനത്തിലോ 2-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ 2:14 പറയുന്നുണ്ട്. അത് ആത്മീയ വിഷയങ്ങൾ അവന് പോഷത്വമാണ് എന്നാണ് അവിടെ നമുക്ക് കാണുന്നത്. എനിക്ക് ഈ ഭാഗം, അതായത് സങ്കീർത്തനം 17-14 പറഞ്ഞിരിക്കുന്നത് അവരുടെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ ഓഹരി ഈ ആയുസ്സരാത്രേ. നിന്റെ സമ്പത്ത് കൊണ്ട് കർത്താവേ, നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു. നീയാണ് അവർക്ക് വയറ് കൊടുക്കുന്നത്. അവർക്ക് പുത്രസമ്പത്തുണ്ട് ധാരാളം, ധനശിഷ്ടം കുട്ടികൾക്ക് വച്ചേച്ചു പോകുന്നത്. അപ്പൊ അതാണ് ലോക മനുഷ്യൻ. നമ്മുടെ ജീവിതത്തിലെ അത് കുടുങ്ങാൻ പാടില്ല, ആ വഴിക്ക് വരത്തില്ല കുഞ്ഞുങ്ങളെ. നോക്കിയ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12:20 അത് മറ്റൊന്നാണ്. അവിടെ യേശു കർത്താവ് പറയുന്ന ഒരു ചെറിയ സ്റ്റോറിയിലാണ്. അവിടെ ഒരു മനുഷ്യൻ തൻ്റെ ഗോഡൗണൊക്കെ പുതുക്കി പണിത് ധാരാളം, ഒരു ഗ്രാമീണനായ ഒരു ജന്മിയാണ്, പണം അല്ലെങ്കിൽ സമ്പത്തുണ്ടായി, നല്ല ധാന്യം കൂടുതലുണ്ടായി. അപ്പൊ അതൊക്കെയും കൊണ്ട് അതിനകത്ത് വെച്ചു. മനസ്സിലായില്ലേ? എന്നിട്ട് അതേ തന്നെ നോക്കി അതിനെക്കുറിച്ച് ഇങ്ങനെ അവന് വർണ്ണിക്കുക, പറയുക തന്നെ താൻ ഏറിയ നാളുകൾക്ക് വേണ്ടിയിട്ടുള്ള വസ്തുതകൾ ഞാൻ സ്വരൂപിച്ചു വെച്ചു, ഇപ്പൊ എനിക്കിനി പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ യു ഫൂൾ, മൂഢ, ഇന്ന് നിന്റെ പ്രാണനെ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാണ്? അപ്പൊ ആ ഫൂളാണ് ലോക മനുഷ്യൻ. അതാണ് നമ്മളെ മറന്നു പോരുന്നത്. മത്തായി 6:21 പറയുന്നത്, നിങ്ങളുടെ ഹൃദയം ഇരിക്കുന്നത്, നിങ്ങളുടെ നിക്ഷേപം എവിടെ ഇരിക്കുന്നു അവിടെയാണ് ഹൃദയം. അത് യേശു കർത്താവ് തന്നെ പറഞ്ഞു. ലോകത്തിൽ നിക്ഷേപം ഉള്ളവരുടെ ഹൃദയം എപ്പോഴും അതിലേ ഇരിക്കുള്ളൂ. മനസ്സിലായില്ലേ? വേറെ എങ്ങും ഒരു ഹൃദയം പോകത്തില്ല. എവിടെയാണ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഷെയർ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ആ ഒരു മൈൻഡ് ഉള്ളവർക്ക് ആ വഴിക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. എനിക്കൊരാളെ അറിയാമായിരുന്നു, അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇല്ല. അദ്ദേഹം എപ്പോ നോക്കിയാലും ടിവിയിൽ മുമ്പാകെ ഇരിക്കും. ഞാൻ വിചാരിച്ചു വല്ല സിനിമയോ വല്ലോ വേറെ കാണുകയാണോ. അപ്പൊ ഞാൻ എപ്പോ അവിടെ വീട്ടിൽ പോയി കാണുമ്പോഴും
അയാള് ഷെയർ മാർക്കറ്റ് പരിശോധിച്ചുകൊണ്ടായിരിക്കും. എപ്പം നോക്കിയാലും ഷെയർ മാർക്കറ്റ് എങ്ങനെയുണ്ടെന്നാണ് നോക്കാം. കാരണം അത് ഇടിഞ്ഞു പോയോ, അതിൽ ഉയർന്നോ, അല്ലെങ്കിൽ അതിനെ കുറിച്ചൊന്നും എനിക്ക് യാതൊരു ഗ്രാഹ്യമില്ല. അപ്പൊ അവരെ സംബന്ധിച്ചും അതാണ് ഷെയർ. പണം എങ്ങനെ വന്ന് കയറും എന്നുള്ളതാണ്, സ്വരൂപിക്കുക. അതാണ് അവരുടെ. അപ്പൊ അവരുടെ ഹൃദയം മുഴുവനും അങ്ങോട്ടാണ്, അവരുടെ കണ്ണ് മുഴുവനും അങ്ങോട്ടാണ്. ആത്മീയ വിഷയങ്ങൾക്ക് അവർക്ക് സമയമല്ല, പ്രാർത്ഥന കൂട്ടുന്ന സമയമല്ല, അവരുടെ പ്രാർത്ഥനയ്ക്കും സമയമല്ല, കുടുംബാരാധനയ്ക്കൊന്നും സമയമല്ല, ബൈബിൾ വായിക്കാനോ ധ്യാനിക്കാനോ സമയമല്ല. യേശു കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ അവർക്ക് ഇല്ല. അവരുടെ കൂട്ടായ്മ അവര് സമ്പാദിക്കുന്ന അവരുടെ അക്യുമുലേഷൻ ഓഫ് മണി അല്ലെങ്കിൽ പണം അതിൽ മാത്രമാണ്. ആ ലോക മനുഷ്യൻ. അതുപോലെ തന്നെ ഫിലിപ്പിയർ 3:18-19 വാക്യങ്ങൾ വായിച്ചാൽ അപ്പോസ്തലനായ പൗലോസ് വേറൊരു നല്ല പേരാണ് കൊടുത്തിരിക്കുന്നത് ലൗകിക മനുഷ്യൻ. എനിമീസ് ഓഫ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ക്രൂശിന് എതിരാളികളായിട്ട് അല്ലെങ്കിൽ ശത്രുക്കളായിട്ടുള്ളവർ. അയ്യോ, അത് ഫിലിപ്പിയ ലേഖനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് 3:18. ഫിലിപ്പിയർ മാത്രമല്ല, ലോകത്തിൽ എല്ലായിടത്തും ഉണ്ടത്. ഈവൻ നമ്മുടെ പള്ളികളിലും ഒക്കെ വരുന്ന നോമിനൽ ക്രിസ്ത്യൻസ് ഉണ്ട്, നാമധേയ കുടുംബം ആളുകൾ. അവർ ക്രിസ്ത്യാനികളാ, പേരൊക്കെ എങ്ങനെയുണ്ട്, പരമ്പരാഗതമായിട്ട് ക്രിസ്തീയ വീടുകളിൽ ജനിച്ചെന്നൊക്കെ പറയും. പക്ഷെ ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സുവിശേഷം അവർക്ക് ശത്രുതയാണ്. രക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഉടനെ പറയും, ഓ അത് ആ ബന്ധക്കോസുകാരുടെ പണിയാണ്, ആ ബന്ധക്കോസുകാർ ആ ബഹളം ഉച്ചവയ്ക്ക് വെച്ചതല്ലേ അവരുടെ പുത്ര എന്ന് പറഞ്ഞ് കളിയാക്കളയും. അപ്പൊ അതാണ് ക്രൂശിന് ശത്രുക്കളായിട്ടുള്ളവര്. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ നമ്മുടെ ജീവിതത്തില് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് അതിന്റെ പിന്നാലെ പറയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, നാം ഏത് നിമിഷത്തിനും കർത്താവിനോടൊപ്പം ചേരുവാൻ ഒരുങ്ങിയിരിക്കണം. എപ്പോഴാണ് അങ്ങോട്ട് വിളിക്കുന്നതെന്ന് അറിയാൻ വയ്യ. നമ്മൾ ലോകത്തിലെ കെട്ടുപാടായ ഓർക്കുക, ലോകത്തിന്റെ ഭാര്യയെ ഓർത്തോളുക എന്ന് പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ചിന്ത, നമ്മുടെ ഹൃദയം ഇരിക്കേണ്ടത് ക്രിസ്തു ഇരിക്കുന്നിടത്തെ കുറിച്ചാണ്, ക്രിസ്തുവിന്റെ കാര്യങ്ങളെ കുറിച്ചാണ്. ക്രിസ്തുവിനെ എങ്ങനെ പ്ലീസ് ചെയ്യാം അതേക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ വർക്ക് ആത്മാക്കളെ നേടുക എന്നുള്ളതാണ് മേജറായിട്ടുള്ള വിഷയം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. മിഷണറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കണം, സുവിശേഷ വേല ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അതായിരിക്കണം നമ്മുടെ പ്രവർത്തനം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. 1 പത്രോസ് 1:15 പറയുന്നത്, നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുക. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.